സോ ഗൈസ് നമ്മൾ സമ്മർ ആയപ്പോഴത്തേക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയൊക്കെ ഒരുപാട് ലീവൊക്കെ എടുത്ത് നമ്മൾ ഒരുപാട് ട്രിപ്പൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് എല്ലാവരും. സോ മാക്സിമം ഒഴിവാക്കാൻ പറ്റുന്ന യാത്രയാണെങ്കിൽ ഈ ചൂട് കാരണം ഒഴിവാക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പറയുന്നതേ ഉള്ളൂ കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. പക്ഷേ അതല്ല നിങ്ങൾക്ക് രാവിലെയോ വൈകിട്ടോ മാറ്റാൻ പറ്റുന്ന, അതായത് ട്രാവൽ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല നിങ്ങളുടെ പഴയ വണ്ടിയാണെങ്കിൽ മാക്സിമം നിങ്ങളൊരു റെൻ്റ് കാർ എടുത്ത് പോകാൻ നോക്കുക. അതുമല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം കാറിൽ തന്നെയാണ് പോകുന്നതെങ്കിൽ അത് മാക്സിമം സർവീസ് ചെയ്തിട്ട് പോകാൻ നോക്കുക. 2015 പുറമോട്ടുള്ള വണ്ടിയാണെങ്കിൽ മാക്സിമം ടയർ, അതുപോലെ കൂളൻറ്റ്, എഞ്ചിൻ ഓയിൽ ഫിൽറ്റർ, അതുപോലെ വിൻഡ് ഷീൽഡ് ഫ്ലൂയിഡ് എന്നിവയൊക്കെ നോക്കുക. എന്ന് വെച്ചാൽ എഞ്ചിൻ ഓയിൽ പ്രോപ്പർ അല്ലെങ്കിൽ നമ്മുടെ എഞ്ചിൻ ഹീറ്റ് ആവാൻ സാധ്യതയുണ്ട്. കൂളൻറ്റ് പ്രോപ്പർ അല്ലെങ്കിൽ എഞ്ചിൻ ഹീറ്റ് ആവാൻ സാധ്യതയുണ്ട്. ഇലക്ട്രിക് കാറാണെങ്കിൽ ബാറ്ററി പൊട്ടിത്തെറിക്കാൻ ഒരുപാട് സാധ്യതയുണ്ട്. ഈവൻ ബസ്സിൻ്റെ ബാറ്ററി വരെ പൊട്ടിത്തെറിച്ച് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് പൊള്ളലേറ്റ് കാരണം ഉണ്ടായിരിക്കുന്നത്. അത് മേ ബി നിങ്ങൾ പറയായിരിക്കും UK സിറ്റിസൺസ് ആയിരിക്കും, UK താമസിക്കുന്നവർക്കൊക്കെയാണെന്നൊക്കെ വിചാരിക്കുമെങ്കിലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും സൂര്യാഘാതം ഏൽക്കാം. ചിലപ്പോൾ നമ്മൾ ഈ ഗൾഫ് കൺട്രിയിലും നാട്ടിലൊക്കെ ഇതിനെക്കാട്ടി ചൂടൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ എന്താ അറിയില്ല, UK ചൂട് ഇങ്ങനെ ക്രമാതീതമായ ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നു. അതുപോലെ നമ്മുടെ ടയർ മാക്സിമം നല്ലത് മേടിച്ചിടാൻ നോക്കുക. എന്താ വെച്ചാൽ ഒരുപാട് സ്ഥലങ്ങളിലെ റോഡിൽ മെൽറ്റ് ആവുന്നുണ്ട്, ടാർ മെൽറ്റായി പോകുന്നുണ്ട്. അതുപോലെ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മാക്സിമം ബസ് തന്നെ നോക്കുക, അല്ലെങ്കിൽ ട്രെയിൻ നോക്കുകയാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നമ്മുടെ ട്യൂബിൽ, അണ്ടർഗ്രൗണ്ട് ട്യൂബിലൊക്കെ സഫോക്കേഷൻ കാരണം ആൾക്കാർ ഗ്ലാസ് ഒക്കെ തല്ലിപ്പൊട്ടിച്ച് പുറത്തിയാടുന്നു. ഓക്സിജൻ കിട്ടുന്നില്ല, ആളുകളുടെ എണ്ണം കൂടുതലായപ്പോഴത്തേക്ക്. അതുപോലെ ഒരുപാട് തരത്തിലുള്ള തീപിടുത്തം, സ്മോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. അതുപോലെ പല സ്ഥലങ്ങളിലും അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനൊക്കെ കയറരുത്, നോ എൻട്രി എന്നൊക്കെ പറഞ്ഞ് വാർണിംഗ് ലൈറ്റും ഒക്കെ വെച്ചേക്കുന്നു. മീൻസ് ഓരോ സമയം ആൾ കൂടുന്നതനുസരിച്ച് അവർ ക്രമാതീതമായി ആൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ UK വന്നുകൊണ്ടിരിക്കുന്നു. മേ ബി നമ്മുടെ UKയുടെ സൺലൈറ്റ് UV ആണോ, അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് സോണിൻ്റെ പ്രശ്നമാണോ എന്താണെന്ന് അറിയില്ല. എന്തൊക്കെയായാലും ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം വീട്ടിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞതെങ്കിലും നമ്മൾ പുറത്തിറങ്ങുമ്പോഴത്തേക്കും നമ്മൾ 3/4 ടീഷർട്ട് അല്ലെങ്കിൽ മാക്സിമം വെള്ളം കുടിച്ച് ബോഡി ഒന്ന് ഹൈഡ്രേറ്റ് ആക്കി വെക്കുക. അപ്പം ഒഴിവാക്കാൻ പറ്റാത്ത യാത്രകളൊക്കെ ആണെങ്കിൽ മാക്സിമം ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. നമ്മുടെ വണ്ടിയുടെ AC വർക്കിംഗ് അല്ലെങ്കിൽ അതായത് ഗ്യാസ് റീഫിൽ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്. മാക്സിമം സ്പെക്സ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സൺഗ്ലാസസ് ഒക്കെ യൂസ് ചെയ്യുക. മാക്സിമം വെയിലത്തൊന്നും ഇറങ്ങാതിരിക്കുക, ഉച്ച സമയത്തുള്ള യാത്രകൾ കുറയ്ക്കാൻ നോക്കുക. ഇതൊക്കെയാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത്. സോ മാക്സിമം സേഫ് ആയിരിക്കുക. ഓക്കെ ദെൻ ബൈ, താങ്ക് യു.